എന്നതോടൊപ്പം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ JRF നേടിയൊരു വ്യക്തിത്വമാണ്. സോ ഞാനിവിടെ അദ്ദേഹത്തെ നമ്മുടെ സെഷന് വേണ്ടി എക്കോഡൊമൈന്റെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. സൽമാൻ സർ പ്ലീസ്. യെസ് യെസ്. സൽമാൻ സാറിന്റെ മൈക്ക് ഓണാണ്, പക്ഷെ സൗണ്ട് കേൾക്കുന്നില്ല. ഒന്ന് ചെക്ക് ചെയ്യാവോ? സൗണ്ട് കുറവാണല്ലോ സാർ, കേൾക്കുന്നില്ല. ഹലോ. ഇപ്പം ക്ലിയർ ആണ് സർ. വോയിസ് ചെറുതായിട്ട് ബ്രേക്ക് ആവുന്നുണ്ട്.
സാർ ഒന്ന് ഓക്കെ ആണോ ഓഡിയോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെയാണ്. ഓക്കെ. പഠിച്ചു വന്നിട്ട് കേട്ടോ ജിറ്റിയെ ഹലോ, ഇപ്പൊ വോയിസ് ക്ലിയർ അല്ലേ? ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ ഓക്കെ. റേഞ്ചിന്റെ ഒരു ഇഷ്യൂ ആവും. ഓക്കെ, സ്ക്രീനൊക്കെ റെഡി അല്ലേ? ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഈ ഒരു സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടിയതിൽ. എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ JRF ജേർണി, അപ്പം അതിനെപ്പറ്റി നിങ്ങളുമായി സംവദിക്കാനാണ്. അപ്പം ആദ്യം തന്നെ പറയാനുള്ളത്, ഇപ്പോൾ ഓരോരുത്തരും കിട്ടിക്കഴിഞ്ഞാൽ അവർ പറയുന്നത് ഒരു സ്ട്രാറ്റജി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. നിങ്ങളിലെ പല ആൾക്കാരും ഇപ്പം നിലവിൽ നെറ്റിന് വേണ്ടി അല്ലെങ്കിൽ മറ്റു പല എക്സാമിന് വേണ്ടിയും പഠിക്കുന്നവരാവും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്ട്രാറ്റജി ഉണ്ടാവും. അപ്പോൾ പലതും എന്നെക്കാളും മെച്ചമായ പല സാധനങ്ങളാവും. പിന്നെ നിങ്ങളുടെ ഓരോ കോണ്ടെക്സ്റ്റും അതും അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ പഠിച്ചിരുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം അത് തന്നെ ആവണമെന്നില്ല നിങ്ങൾ ഓരോരുത്തരുടെയും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ എൻ്റെ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ടുള്ള ഒരു സംസാരം ആയിരിക്കും മെയിനായിട്ട് വരിക. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ രീതിയിലേക്ക് ഇപ്പം നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും, നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്നെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സൽമാൻ ഫാരിസ്, എൻ്റെ വീട് മലപ്പുറമാണ്. അപ്പോൾ നിലവിൽ MA എക്കണോമിക്സ് ഡിസ്റ്റൻ്റ് ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ റെസിഡൻഷ്യൽ ആയിട്ട് ഞാനൊരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷം ഇപ്പോൾ ഏകദേശം കഴിഞ്ഞ ജൂൺ തൊട്ടിട്ടാണ് ഞാൻ എയ്ഫറിൽ കയറുന്നത്. എയ്ഫർ ആ ഒരു കോഴ്സ് ഞാൻ എടുത്തിരുന്നു. അങ്ങനെ എൻ്റെ ഡിഗ്രി വിഷയം ഇംഗ്ലീഷാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ പിന്നീട് പെട്ടെന്ന് അല്ലെങ്കിൽ ആർക്കും താല്പര്യം ഉണ്ടായിരുന്നു എക്കണോമിക്സ് അല്ലെങ്കിൽ മറ്റു സബ്ജക്റ്റിലേക്ക് മാറാനായിട്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് എക്കണോമിക്സാണ് തിരഞ്ഞെടുക്കുന്നത്. എക്കണോമിക്സ് തിരഞ്ഞെടുക്കുമ്പോൾ അതിന് പല ഘടകങ്ങൾ കാരണമായിട്ടുണ്ട്. ഒന്നാമത്തത്, ഞാൻ ഡിഗ്രി ടൈമിൽ തന്നെ മറ്റു എക്സാമുകൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു ഗവൺമെൻറ് എക്സാമുമായി ബന്ധപ്പെട്ട്. അപ്പം അതിൽ പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ അങ്ങനെ പഠിക്കുന്നതിനിടയിൽ അപ്പം അതിലാണ് എക്കണോമിക്സിനോട് ഒന്നുകൂടിയും താല്പര്യം തോന്നിയതും പിന്നീട് അത് എടുക്കാമെന്നുള്ളൊരു ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്. അപ്പം അതിൽ മാത്സിൻ്റെ ഫാക്ടറും ഒരു നിലക്ക് പറയാൻ പറ്റും. കാരണം പിന്നീട് മാത്സ് ഒന്നും കൂടി ഉണ്ടാവുക എക്കണോമിക്സിലാണ് എന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് എക്കണോമിക്സ് എന്നൊരു വിഷയത്തിലേക്ക് മാറുന്നത്. പിന്നെ അതിലെ പല കോൺസെപ്റ്റുകളും ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ എക്കണോമി പാർട്ടുകൾ കൂടുതലായിട്ട് നോക്കിയിരുന്നു, അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ ഈ കഴിഞ്ഞ ജൂൺ മുതലാണ് ഇതിനായിട്ട് ഈ ഒരു എക്സാം എന്ന നിലയ്ക്ക് ഇതിന് നോക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പറയുകയാണെങ്കിൽ എനിക്ക് ശരിക്കും ഈ ഒരു എക്സാമിൻ്റെ പാറ്റേൺ, അപ്പം അത് ഞാൻ മുമ്പ് എഴുതാത്തതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ പാറ്റേൺ അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ എക്കണോമിക്സ് എന്നുള്ള വിഷയം തന്നെ
കുറെയൊക്കെ അപ്പൊ അതിലെ ഈ മാത്തമാറ്റിക്കൽ പാർട്ടുകൾ, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ്, അതൊക്കെ ഒന്നുകൂടിയും ഒരു പുതിയ വിഷയങ്ങളായിട്ട് മൈക്രോയിലും മാക്രോയിലൊക്കെ പലതും ഒരു പ്ലസ് ടു ലെവൽ എനിക്ക് അറിയാമെങ്കിലും അതിന്റെ ആ ഒരു മറിച്ചുള്ള ഇപ്പോൾ ഡിഗ്രി ലെവലും PG ലെവലും പഠിക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങൾ അറിയണ്ടെന്നില്ല. ഇതൊക്കെ പെട്ടെന്ന് പഠിക്കണം എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എയ്ഫറിൽ ചേർന്നത്. കാരണം എനിക്കൊരു ഗൈഡ് വേണം, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ക്ലാസ് കിട്ടണം എന്ന ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഒരു ബ്രിഡ്ജ് കോഴ്സും കൂടി ആവും എന്ന അവസ്ഥയിലാണ് ഞാൻ ശരിക്കും കയറുന്നത്. അപ്പൊ അങ്ങനെ പിന്നീട് ആ ഒരു ജൂൺ മുതൽ ഡിസംബർ വരെ എക്സാം വരെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എന്ന് പറയാൻ പറ്റും. അപ്പോ ഞാൻ വേറെ ഏത് പരീക്ഷ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഇതിന് അത്യാവശ്യം എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോ എന്നെ കൊണ്ട് ഇതൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ പല ആൾക്കാരും ഇപ്പൊ നിങ്ങളിപ്പോ നിലവില് എന്താ ചെയ്യുന്നതെന്നൊന്ന് പറഞ്ഞാൽ നന്നാവും. ഇപ്പൊ PG കഴിഞ്ഞോ അതോ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണോന്ന് ഒന്ന് എല്ലാരും പറഞ്ഞാൽ. PG കഴിഞ്ഞു. ഓക്കെ, ബാക്കി ആൾക്കാരൊക്കെ ഓക്കെ. PG കഴിഞ്ഞ് 3 വർഷമായവരും ഒക്കെ ഉണ്ട്. ഫൈനൽ ഇയർ അപ്പൊ പല ആൾക്കാരും ഏകദേശം എക്കണോമിക്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാവും. പിന്നെ കഴിഞ്ഞതുകൊണ്ട് തന്നെയുള്ള ചിലപ്പോൾ ഗ്യാപ്പുള്ള ആൾക്കാരും ഒക്കെ നമുക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, PG ഫൈനൽ ഇയർ ആയ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും PG പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ശരിക്കും എഴുതാനും ഒന്നുകൂടിയും എളുപ്പം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ അക്കാഡമിക് ലൈഫ് പിന്നെ പഠിക്കുക എന്നുള്ള ഒരു മൂഡിൽ തന്നെ ആവും എന്നുള്ളതുകൊണ്ട് തന്നെ ഒന്നുകൂടി എളുപ്പമാവും എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും PG ഇപ്പൊ നിലവിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. എക്കണോമിക്സിലെ തന്നെ പല ഭാഗങ്ങളും ഇപ്പൊ ഫസ്റ്റ് ഇയർ എന്ന നിലയ്ക്ക് അതിന്റെ എക്സാം കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ ആ രീതിയിൽ തന്നെ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ നിലവിൽ ഒന്നുകൂടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പല ആൾക്കാർക്കും എക്കണോമിക്സിൽ അത്യാവശ്യം ധാരണ ഉണ്ടാവും. പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്ന ആൾക്കാർക്കാവും ഒന്നുകൂടിയും ഒന്ന് പൊടി തട്ടിയെടുക്കേണ്ടി വരിക. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഓരോരുത്തർക്കും ഇപ്പോ എന്റെ പല സ്ട്രാറ്റജീസുകളാവാം, അല്ലെങ്കിൽ എന്റെ കുറച്ച് തോന്നലുകൾ, ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ, അതാണ് ഞാൻ ഇതിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ കോണ്ടെക്സ്റ്റിൽ അത് വായിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ അതില് എൻ്റെ ഒരു മെയിൻ ആയിട്ട് ഇപ്പോ ഒരൊറ്റ ഉത്തരം പറയാന് നമുക്ക് എങ്ങനെ വിജയിക്കാം, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് എങ്ങനെ നേടാന്നുള്ളതിന് കറക്റ്റ് നമുക്കൊരു സ്റ്റെപ്പ് പറയാൻ പറ്റുന്നില്ല. കാരണം എൻ്റെ ഒരു ആദ്യത്തെ ഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ ഏപ്രിലിൽ ചേർന്ന് ആ ഒരു ടൈം ഇപ്പൊ ജൂണിന്റെ ഒക്കെ ഒരു ടൈമിലാണ് ചേർന്നത്. പിന്നെ അതിനുശേഷം ആ ഒരു ഫസ്റ്റ് മന്ത് പ്രധാനമായിട്ടും സിലബസ് ഒന്ന് മനസ്സിലാക്കുക, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്യാവശ്യം കുറച്ച് നോക്കിയിരുന്നു ഫസ്റ്റ്, ജസ്റ്റ് എന്താണ് വിഷയങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. അങ്ങനെയാണ് ആദ്യത്തെ മാസം പേപ്പർ 1ന്റെ ചില ഭാഗങ്ങൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി. പിന്നെയാണ് ഓരോ വിഷയങ്ങൾ ഇപ്പോൾ അതിൽ മൈക്രോ, പിന്നെ മൈക്രോ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് നമുക്ക് മാത്തമാറ്റിക്സ് കുറച്ച് അറിയേണ്ടി വരും. അപ്പൊ മാത്സിന്റെ കുറച്ച് ബേസ്, അപ്പൊ ആ ഒരു വിഷയങ്ങളൊക്കെയാണ് ഫസ്റ്റ് ആയിട്ട് വരുന്നത്. ഓരോ ഘട്ടമായിട്ടാണ് നമ്മൾ ഏതും പഠിക്കേണ്ടി വരിക. ഇപ്പൊ ഞാനിതിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും എക്സാം എന്ന് പറയുമ്പോൾ തന്നെ അതിന് ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിന്റെ സിലബസ്, പ്രധാനമായിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ തന്നെയാണ്. അപ്പൊ അതിന്റെ സിലബസ് നമ്മൾ നോക്കേണ്ടി വരും.
ഇപ്പോൾ നെറ്റ് എക്സാമിന്റെ സിലബസ് നോക്കുമ്പോൾ അത്യാവശ്യം ഒരു വാസ്റ്റ് ആയിട്ട് നമുക്ക് തോന്നാം. അത് അങ്ങനെ ഒരു വാസ്റ്റ് ആയിട്ടാണ് കാണാൻ പറ്റുക. അപ്പൊ ആ സിലബസ് നോക്കി പിന്നെ അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരുപാട് കൊല്ലത്തെ പ്രധാനമായിട്ടും ലേറ്റസ്റ്റ് ഇയറിലത്തെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ആ ഓരോ ഭാഗത്തിൽ നിന്നും ഏത് ഭാഗത്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ധാരണ കിട്ടാൻ ഉപകാരം ഉണ്ടാവാറുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളതാണ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റ് ആയിട്ട് ഉത്തരം എഴുതുക അല്ലെങ്കിൽ MCQല് നമുക്ക് എഴുതാൻ പറ്റുക അല്ലെങ്കിൽ കറക്റ്റ് ഓപ്ഷനിൽ കുത്താൻ പറ്റുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ആസ്പെക്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ സിലബസ് നോക്കി പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതിലെ ഒരു പാറ്റേൺ മനസ്സിലാക്കി പിന്നെ അത് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നേടാൻ പറ്റും. അപ്പൊ അതില് ഞാന് ഫസ്റ്റ് ഒക്കെ പഠിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളും പലതും പുതിയതായതുകൊണ്ട് തന്നെ എനിക്കത് ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്നു. കാരണം പുതിയ വിഷയം പഠിക്കുക എന്നുള്ള ഇൻട്രസ്റ്റ് ആ ടൈമിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു വിഷയം കിട്ടി, ആ വിഷയം എന്തുകൊണ്ടാണ് ആ കാര്യം പറയുന്നത് എന്നുള്ള ആ രീതിയിലേക്ക് അത്യാവശ്യം നോക്കിയിട്ടുണ്ട്. ഒരു വിഷയം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഇപ്പൊ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഇന്നൊരു കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് വളരെ വ്യക്തമായി നമ്മളുടെ റിയൽ വേൾഡുമായിട്ടൊക്കെ നമുക്ക് പലതും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ ആ ഒരു അസംഷൻസ് എന്തുകൊണ്ട് ഇതിങ്ങനെ പറയുന്നു, അങ്ങനെ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് നമുക്ക് നേരിടാൻ പറ്റും. അപ്പൊ അതില് ഞാൻ ഫസ്റ്റ് ആയതുകൊണ്ട് തന്നെ മിക്കതും എല്ലാ വിഷയങ്ങളും ക്യൂരിയസ് ആയതുകൊണ്ട് തന്നെ അതിൽ ഇപ്പോൾ മെന്ററിനോട് ചോദിക്കുക എന്നുള്ളതിൽ എനിക്ക് പരിധി ഉണ്ടായിരുന്നു. കാരണം എല്ലാതും ചോദിക്കേണ്ട ആവശ്യം വന്നതുകൊണ്ട് തന്നെ നമ്മളെ ഇന്നത്തെ AI ടൂൾസുകൾ ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ChatGPTയും ജെമിനിയും പിന്നെ നോട്ട്ബുക്ക് LM അങ്ങനെ പല ടൂൾസുകളും ഇന്ന് അവൈലബിൾ ആണല്ലോ. അപ്പൊ അതൊക്കെ ഞാൻ അത്യാവശ്യം ഈ ഒരു കാര്യത്തിന് ഇപ്പോൾ കോൺസെപ്റ്റ് നമ്മൾ ക്ലാസ് കേട്ടാൽ തന്നെ നമുക്ക് അതിൽ കണക്ഷൻസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ആ കണക്ഷൻസ് കിട്ടിയിരുന്നില്ല. അപ്പൊ അതിലെ ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ, അപ്പൊ ക്ലാസ്സിന് ശേഷം നമുക്ക് ഈ ഒരു ഓരോ വിഷയങ്ങളും അപ്പൊ അതിനെ ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ ഒക്കെ അതിന് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളത് പേപ്പർ 1ഉം പേപ്പർ 2ഉം അത് രണ്ടും ബാലൻസ് ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. കാരണം പ്രത്യേകിച്ച് JRFനൊക്കെ ആണെങ്കിൽ നമുക്ക് രണ്ടിന്റെയും കൂടിയിട്ടുള്ള ഒരു ഇപ്പോൾ പേപ്പർ 1ൽ കുറച്ചും കൂടി മാർക്ക് ഉണ്ടാവുമ്പോഴാണ് പലപ്പോഴും നമുക്ക് ആ ഒരു കട്ട് ഓഫിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ ആ രണ്ടും അപ്പൊ അത് ബാലൻസ് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ചില സമയത്ത് ഫുള്ള് പേപ്പർ 2 തന്നെ നോക്കും. മിക്ക ഫസ്റ്റത്തെ ഒരു 4-5 മാസമൊക്കെ ഫുള്ള് പേപ്പർ 2 തന്നെ ആയിരുന്നു കൂടുതൽ ഫോക്കസ്. പിന്നെ അതിന് ചില സമയത്ത് നമുക്കൊരു ബോറടിക്കുന്ന ഒരു ഘട്ടമൊക്കെ വരും. പിന്നെ അങ്ങനെ കുറെ ഇങ്ങനെ ക്ലാസ്സുകൾ കേട്ട് അപ്പൊ ആ ഒരു ബോറടിക്കുമ്പോൾ നമ്മൾ നേരെ സ്വിച്ച് ചെയ്യാം പേപ്പർ 1ലേക്ക്. അല്ലെങ്കിൽ നമുക്കൊന്നുകൂടി എളുപ്പമുള്ള, എനിക്കൊന്നുകൂടി കമ്പാരിറ്റീവ്ലി പേപ്പർ 1 ഒന്നുകൂടി എളുപ്പമുള്ള വിഷയങ്ങളാണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും. അപ്പൊ അത് ജസ്റ്റ് അങ്ങനത്തെ ഒരു ടൈമിൽ നമുക്കൊന്നുകൂടി ആക്റ്റീവ്നെസ് പോയി കഴിഞ്ഞാലുള്ള ടൈം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു സമയത്ത് പേപ്പർ 1നെ കൂടുതലായിട്ട് നമുക്ക് നോക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച്, പക്ഷെ എന്നാലും എപ്പോഴും പഠിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ആയിരുന്നു അപ്പം ഉണ്ടായിരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയം അത് ഏതാണെങ്കിലും ആ ഒരു സെഷൻ അത് നോക്കുക. പിന്നെ നമുക്ക് തീരെ ഒരു ടൈമില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഘട്ടം വരുമ്പോൾ മറ്റേത് നോക്കുക എന്നുള്ള ആ രീതിയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. പിന്നെ ഞാൻ കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളത് നമ്മളെ ഫോണിലെ തന്നെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ. ഇപ്പോൾ നമ്മളെ സ്ലൈഡുകൾ, PPT, ആ ഒരു ക്ലാസ്സിന്റെ PPTകൾ, പിന്നെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ ഡെയിലി കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പ്രാക്ടീസ്. ഇപ്പൊ PYQs ആവട്ടെ, വേറെ മോഡൽ ക്വസ്റ്റ്യൻസുകൾ, അപ്പൊ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ആ ഓരോ ക്വസ്റ്റ്യൻസും നേരെ നമുക്ക് ഈ ജെമിനിക്കാണ് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് ആ ടൈമില്. ജെമിനിക്ക് നേരെ ഇട്ട് കൊടുത്ത് ആ ക്വസ്റ്റ്യൻസിന്റെ ഓപ്ഷൻസ് പഠിക്കുക. എവിടുന്നാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത് അല്ലെങ്കിൽ സബ്ജക്റ്റ് വരുന്നത്, അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഫർദർ ചോദ്യങ്ങൾ ചോദിച്ച് ആ ഒരു ഏരിയ തന്നെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചില സമയത്ത് വീഡിയോകൾ ക്ലാസ്സുകൾ അങ്ങനെ കേൾക്കലാവും. ചിലപ്പോൾ അതിന്റെ മെറ്റീരിയൽസ് ജസ്റ്റ് ഇങ്ങനെ വായിച്ചു വിടലാവും.
അത് നമ്മൾ തന്നെ നമുക്ക് തന്നെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന രീതിയിലേക്ക് അങ്ങനെ നമുക്ക് പറ്റും. അത്യാവശ്യം ഒന്നുകൂടി ഒക്കെ എഫക്റ്റീവ് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതി. പിന്നെ ചില ടൈമിൽ നമുക്ക് ഇങ്ങനെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, അതോടൊപ്പം ചെയ്ത ക്വസ്റ്റ്യൻസുകൾ അപ്പൊ അതിങ്ങനെ ജെമിനിക്ക് ഇട്ടിട്ട് എവിടെയാടാ അതിന് പല വശങ്ങൾ അത് കഴിച്ചോ? നമുക്ക് അങ്ങനെ ചോദിച്ച് ആ ഭാഗങ്ങൾ റൂമിലാണോ? ക്ലിയർ ആക്കാൻ പറ്റും. ഹലോ റൂമിലാണോ? പുറത്താണോ? ഹലോ ആരെങ്കിലും ഉണ്ടോ? ചുമ്മാ പറഞ്ഞ വിളിച്ചാ. ഇന്നുണ്ടോ? ഓക്കെ ഓക്കെ. എന്നാ കഴിക്കേ? അപ്പൊ അങ്ങനെ നമുക്ക് ആ ഓരോ ചോറാണോ? വിഷയങ്ങൾ ഒരു ക്വസ്റ്റ്യൻ വന്നു അതിന്റെ ഓപ്ഷൻസ് ശരി നോക്കി ശരി. എന്തുകൊണ്ട് മറ്റേ ഓപ്ഷൻസ് എലിമിനേറ്റ് എന്നാ ചെയ്യപ്പെട്ടു ശരിയേ. എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ നമുക്ക് അതിനെ വീണ്ടും ഇങ്ങനെ ഫോളോ അപ്പ് ഏട്ടാ. ചെയ്യാനും ആ നിലയ്ക്ക് സാധിക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്തത് മൊബൈലാണ്. കാരണം നമ്മളിങ്ങനെ ലാപ്പാകുമ്പോൾ ഒന്നുകൂടിയും ഒരു സ്ഥലത്ത് ഇരിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ നടന്നു പഠിക്കാനോ അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് ഇപ്പോൾ നല്ല എനർജി കിട്ടുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഞങ്ങളെ പറമ്പ്, പിന്നെ ഞാൻ മെയിനായിട്ട് കോളേജിൽ റെസിഡൻഷ്യൽ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ഫ്രീ ടൈമുകൾ അപ്പൊ അതൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല നമുക്കുള്ള ഏരിയ. അപ്പൊ ആ ഏരിയയിൽ ഇങ്ങനെ നടന്നിട്ടും നമുക്ക് ഇരുന്നിട്ടും ഒക്കെ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ഒന്നൊരു ഫ്ലെക്സിബിൾ ആയിട്ട് ഫോൺ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ മെയിനായിട്ട് അതാണ് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ റിവിഷൻ എന്നുള്ളതാണ്. റിവിഷന് ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച് അല്ലെങ്കിൽ നമ്മളിപ്പോൾ മൈക്രോ പഠിച്ച് മാക്രോ പഠിച്ച് ഇങ്ങനെ ഈ പല വിഷയങ്ങളും നമ്മളിങ്ങനെ കണക്ട് ചെയ്തിട്ടും ഒക്കെ ഇങ്ങനെ പഠിക്കും. പിന്നെ അതിനുശേഷം ആ ഒരു പോയിന്റ് ആ ഒരു കണക്റ്റിംഗ് ഡോട്ട് നമുക്ക് എപ്പോഴും തീർക്കാൻ പറ്റിയ റിവിഷന്റെ മേലെയാണ്. അപ്പൊ മെയിനായിട്ട് പല ആൾക്കാരും നോട്ട് എഴുതുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ പേഴ്സണലി നോട്ട് എഴുതിയിട്ടില്ല. കാരണം നോട്ട് എഴുതിയിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും കോഡുകൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇയർ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ പിന്നെ ആളുകളുടെ പുസ്തകങ്ങൾ അപ്പൊ അങ്ങനത്തെ സാധനങ്ങളാണ് മെയിനായിട്ട് നോട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇതേ രീതിയിൽ ഇപ്പൊ ആ ക്ലാസ് കേൾക്കല് പിന്നെ അതിന്റെ തന്നെ PPT മറ്റു ക്വസ്റ്റ്യൻസിലൂടെ അപ്പൊ അങ്ങനെ ഒരു റിവിഷൻ നടത്തലാണ് എനിക്കൊന്നുകൂടിയും എന്റെ ആസ്പെക്റ്റിൽ ബെറ്റർ ആയിട്ട് തോന്നിയത്. അത് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും. പിന്നെ മെമ്മറി ടെക്നിക്കുകൾ ഉണ്ടാവും പല കോഡുകൾ ഉപയോഗിച്ചിട്ടൊക്കെ. നമ്മളെ പല വർഷങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടി ചിലപ്പോൾ വരും. ഇപ്പൊ പേപ്പർ വണ്ണിലൊക്കെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ഭാഗത്ത് വരുമ്പോൾ അത്യാവശ്യം ചില വർഷങ്ങൾ ആ വർഷങ്ങൾ പഠിക്കാൻ നമുക്ക് തന്നെ പല കോഡ് സിസ്റ്റങ്ങൾ ഇപ്പൊ ജെമിനിയോട് ചോദിച്ചാൽ തന്നെ അല്ലെങ്കിൽ GPT വെച്ചിട്ട് തന്നെ നമുക്ക് പല കോഡുകൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ കോഡുകൾ ഉണ്ടാക്കിയിട്ട് അത് വലിയ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റത്തെ എക്സാമിന് വരെ എനിക്ക് പേഴ്സണലി ആ കാര്യങ്ങൾ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ മാത്സ് പോലെയുള്ള വിഷയങ്ങൾ എന്നെ സംബന്ധിച്ച് സ്റ്റാറ്റി, മാത്സ്, എക്കണോമെട്രിക്സ് അത് ഒന്നും കൂടിയും ട്രിക്കി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് 2-3 വട്ടം ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ വീക്ക് ഏരിയകൾ ഉണ്ടാവും. അപ്പൊ ആ വീക്ക് ഏരിയകൾ അത് സ്ട്രോങ് ആണൊക്കെ നോക്കുക ഫസ്റ്റത്തെ ഒരു ടൈമിലൊക്കെ. പിന്നീട് നമ്മൾ ആ ഒരു സ്ട്രോങ് ഏരിയ തന്നെ ബെറ്റർ ആക്കാനൊക്കെ നോക്കലാവും നന്നാവുക. പിന്നെ ഇതിന്റെ ഇടയിൽ എനിക്ക് വന്ന അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറെ കാര്യങ്ങൾ നമ്മളെപ്പോഴും ഈ കൺസിസ്റ്റൻസി വേണം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ പഠിക്കുമ്പോഴാണ് കിട്ടുക എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നാൽ പോലും പലപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് നഷ്ടപ്പെട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പൊ അതിനെനിക്ക് തോന്നിയതാണ് നമ്മൾ 100% ഒരു പെർഫെക്റ്റ് ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ തീർക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് ആ ഒരു വിഷയം ഉണ്ടാവുക. കാരണം ഇതിൽ തന്നെ JRF കിട്ടാൻ പോലും നമുക്ക് 300-ൽ 300 മാർക്ക് ആവശ്യമില്ല. അപ്പൊ അതില് ചില ഭാഗങ്ങൾ അല്ലെ അപ്പോൾ നമുക്ക് തീരെ കിട്ടാത്ത ഭാഗമാണെങ്കിൽ അവിടെ സ്കിപ്പ് ആയാൽ പോലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എന്ന് പഠിക്കണം എന്നുള്ളത് പെർഫെക്റ്റ് ആയിട്ട് വേണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെടുക. കാരണം പിന്നെ നമ്മൾ ഇനി എന്തായാലും ഇന്നത്തെ ദിവസം പോയില്ലേ ഇനി എല്ലാ ദിവസവും പോകും എന്നുള്ള ഒരു മെന്റാലിറ്റി നമുക്ക് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു അതിനേക്കാൾ അപ്പുറം നമ്മൾ ഡെയിലി നമ്മൾ ഇന്ന് ഇത്ര എന്തായാലും പഠിച്ചിട്ടുണ്ടല്ലോ എന്നൊരു ധാരണയിൽ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടിയും ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്താൻ പറ്റുമെന്നാണ് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും വേറെ വരുന്ന ഒരു വിഷയമാണ് മറന്നു പോകുക എന്നുള്ളത്. നമ്മൾ കുറെ പഠിച്ചു കഴിഞ്ഞാൽ പോലും പിന്നീട് നമുക്കത് ഒരു മറക്കുന്ന ഒരു സിറ്റുവേഷൻ വരും എത്ര പഠിച്ചാലും. കാരണം നമ്മൾ പിന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ അപ്പൊ ആ വിഷയങ്ങൾ പിന്നീട് ആലോചിക്കുമ്പോൾ ആ കാര്യം മറന്നു പോയ അല്ലെങ്കിൽ
തീരെ ഓർമ്മയില്ലാത്ത ഒരു സിറ്റുവേഷൻ. അപ്പൊ അവിടെ ഈ മറക്കുക എന്നുള്ളത് ഇതിന്റെ ഒരു നോർമൽ പ്രോസസ് എന്ന് അങ്ങനെ കരുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പലതും ഇപ്പോൾ മറന്നു പോയാൽ തന്നെ മറക്കാൻ കൂടി ഉള്ളത് പഠിക്കുക, ആ ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ നമ്മള് 100 മാർക്കിന് പഠിക്കുന്നത് അത് 200 മാർക്കിന് വേണ്ടി പഠിക്കുക, അപ്പൊ ആ രീതിയിലേക്ക്. അപ്പൊ മറന്നാൽ പോലും അത്യാവശ്യം മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ളത് റിവിഷൻ നടത്തുക എന്നുള്ളതാണ്. അത്യാവശ്യം പല രീതിയിലേക്കുള്ള റിവിഷൻ. ഇപ്പൊ നമുക്കത് നമ്മൾ തന്നെ ക്ലാസ് എടുത്തിട്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മോഡൽ ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ നടത്തുമ്പോഴും ഈ ഒരു ഫോർഗറ്റ് ആവുന്ന ഒരു പ്രശ്നങ്ങൾ അത് നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ ചില ആഴ്ചകൾ അല്ലെങ്കിൽ ചില ദിവസങ്ങൾ നമുക്ക് പരമാവധി നെഗറ്റീവ് ആയിട്ട് ഫുൾ നെഗറ്റീവ് ആകെ കോൺഫിഡൻസ് പോകുന്ന ടൈം ഉണ്ടാവും, ചിലപ്പോൾ ഓവർ കോൺഫിഡൻസ് ആവുന്ന ടൈം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ സമയങ്ങൾ ഇപ്പൊ ഞാൻ തന്നെ ഡിസംബർ ആ ഒരു ടൈമിൽ എത്തിയപ്പോൾ, ഡിസംബർ ലാസ്റ്റ് ഒക്കെ നമ്മളെ എക്സാമിന്റെ ഒക്കെ ആ ഒരു ടൈമില് ഞാൻ ഈ ഒരു സെമ്മ് ഈ ഒരു ഇതിൽ എന്തായാലും കിട്ടൂല എന്നുള്ളൊരു ഫുൾ നെഗറ്റീവ് മെന്റാലിറ്റി ആ ടൈമിൽ വന്നിട്ടുണ്ടാകും. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഇത് കിട്ടുമോ, അല്ലെങ്കിൽ ഒരു സെൽഫ് ഡൗട്ട്, കാരണം ഇതുകൊണ്ടൊന്നും ആവൂല, അല്ലെങ്കിൽ ഇനിയും പഠിക്കേണ്ടി വരും, കുറെ ഒന്നും ഓർമ്മ കിട്ടാത്ത ഒരു അവസ്ഥ. അപ്പൊ അങ്ങനത്തെ ടൈമുകളും ഉണ്ടാവും, ചിലപ്പോൾ നല്ല കോൺഫിഡൻസ് ഉള്ള ടൈം. അപ്പൊ ഏത് ടൈം ആണെങ്കിലും പിന്നെയും അപ്പൊ ചിലപ്പോ ആ ഒരു ടൈം നമ്മൾ ഒന്നുകൂടി ഔട്ട് ചെയ്യാൻ പോയി, അല്ലെങ്കിൽ ഒന്നുകൂടി ഫ്രഷ് ആയി നമ്മൾ ചിലപ്പോ നമ്മളുടേതായ ഹോബി അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക എന്നുള്ള ആ ഒരു കാര്യം മാത്രമാണ് അവിടെ നമുക്ക് നോക്കാണ്ടാവുക. പിന്നെ ഇതിന്റെ ഇടയിൽ ലാസ്റ്റത്തെ ഒരു മാസമൊക്കെ നമുക്ക് തന്നെ ഇഷ്ടപ്പെട്ട നമ്മളെ പല കാര്യങ്ങളും നമുക്ക് ത്യജിക്കേണ്ടിയും സാക്രിഫൈസ് ചെയ്യേണ്ടിയും ഒക്കെ ആവശ്യം ചിലപ്പോൾ വരും. അതൊക്കെ ഇതിൻ്റെതായ രീതിയിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബെറ്റർ, നമ്മളുടെ ഒക്കെ ഒരു പ്രയോറിറ്റി ആണല്ലോ അവിടെയൊക്കെ വിഷയം വരിക. പിന്നെ നമ്മളെ നമ്മൾ വ്യായാമമാണെങ്കിലും നമ്മുടെ ഹെൽത്ത് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇത്രയും പല ടൈമിൽ നമുക്ക് ചിലപ്പോൾ സ്ട്രെസ് വരാം. ആ ഒരു സ്ട്രെസ്സിന്റെ ടൈമിൽ അത് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളുടേതായ ഫിസിക്കൽ ആക്ടിവിറ്റീസുകൾ, പിന്നെ നമ്മളുടെ കൂട്ടുകാര്, പിന്നെ കുടുംബം, അവരുടെ ഒക്കെ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് വലിയ രീതിയിൽ ഇപ്പൊ എന്റെ കോളേജിൽ തന്നെ പല ഫ്രണ്ട്സും ആ ഒരു സർക്കിൾ ഉണ്ടായിരുന്നു. ചില അവരുടെ എപ്പോഴും ഒരു പിന്തുണ, ഇപ്പൊ നമ്മൾ ഡൗൺ ആയി കഴിഞ്ഞാലും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വലിയ യൂസ്ഫുൾ ആകും. പിന്നെ ഞാന് ചില മിസ്റ്റേക്ക് അപ്പൊ ഇതിൽ എഴുതിയിട്ടുള്ളത് ഇതാണ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതൊന്നുകൂടിയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ പോലെയുള്ള വിഷയങ്ങളൊക്കെ. പക്ഷെ ഞാനിപ്പോ ഈ കഴിഞ്ഞ എക്സാമിന് ഈ ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ പല ക്വസ്റ്റ്യൻസ് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം, ഞാൻ ഫസ്റ്റത്തെ ആ ഒരു കുറച്ച് ടൈം കൺസ്യൂമിങ് ആവും എന്നുള്ള അതൊരു വിചാരിച്ചുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നു. പിന്നെ ലാസ്റ്റിലേക്ക് വെച്ചു, പിന്നെ ലാസ്റ്റ് ടൈം കിട്ടാതിരുന്നതാണ്. അപ്പൊ ഏതാണെങ്കിലും നമ്മൾ ഈ ഡാറ്റ പോലത്തെ വിഷയങ്ങൾ അല്ലെങ്കിൽ മാത്സ് പോലെയുള്ള വിഷയങ്ങൾ നമുക്ക് വിഷയങ്ങൾ അറിയും, പക്ഷെ എന്നാൽ പോലും നമുക്ക് കിട്ടാണ്ടിരിക്കാൻ കാരണം അത് പെട്ടെന്ന് ചെയ്യാനുള്ള പ്രാക്ടീസ്, അതൊന്നുകൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാത്സ് ആണെങ്കിലും മാത്സിലൊക്കെ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിക്കത് കിട്ടും. അപ്പൊ അങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവും. പിന്നുള്ള ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയതാണ്, നമ്മൾ എപ്പോഴും ബാക്കിയുള്ള ആൾക്കാരായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും, ആവശ്യമില്ലാത്ത കമ്പയർ. പക്ഷെ ലാസ്റ്റത്തെ ഒരു ശതമാനത്തിലാവുക എന്നുള്ള രീതിയിൽ നമ്മൾ കോമ്പറ്റീറ്റീവ് ചെയ്യണം. പക്ഷെ എന്നാൽ പോലും നമ്മൾ അനാവശ്യമായിട്ടുള്ള ഒരു കമ്പാരിസൺ നടത്തുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ഡിമോട്ടിവേഷൻ ഉണ്ടാക്കും എന്ന് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ തന്നെ ഒരു വിശ്വസിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പിന്നെ എക്സാമില് ഇപ്പോ ഞാൻ കറക്റ്റ് എഴുതുമ്പോൾ ഫുൾ ഒരു കൂളായിട്ടുള്ള ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലല്ല ശരിക്കും ആ ടൈമിൽ എഴുതുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര സ്ട്രെസ് ഉണ്ടാകുന്നില്ല, ഒന്നുകൂടി കൂളായിട്ട് ഇരിക്കാൻ പറ്റി എന്ന് പറയാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നത് ചിലപ്പോൾ ആ ഒരു കൂളായിട്ട് ഇരുന്നത് കൊണ്ട് തന്നെ ആവാം പല ക്വസ്റ്റ്യൻസും നമുക്ക് തന്നെ വളരെ ഫ്രീ ആയിട്ട് ഫ്രീ മെന്റാലിറ്റിയിൽ എഴുതാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ടൈം, കാരണം ഇതുവരെ എത്ര പഠിച്ചു കഴിഞ്ഞാലും ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു അതാണ് അവിടെ പോയിന്റ്. അപ്പൊ ആ ഒരു ടൈമിൽ പരമാവധി കൂളായി നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്.
പിന്നെ ഫസ്റ്റ് തന്നെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ചിലത് എന്തായാലും കുറച്ച് ലെങ്തി ആവണം എന്ന് വിശ്വസിച്ചിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ മാത്സിന്റെ, എസ്പെഷ്യലി മാത്സിന്റെ തന്നെ ചില ഏരിയകൾ. അപ്പൊ അത് വെറുതെ നമ്മുടെ സമയം നീട്ടി കളയുക അല്ലെങ്കിൽ സമയം ഇല്ലാതാക്കുക എന്ന രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ അവരെ സ്ട്രാറ്റജിയോട് കൂടിയിട്ട് നമ്മളുടെ സ്ട്രാറ്റജി ഉണ്ടാക്കുക. നമ്മൾ ഏത് ഫസ്റ്റ് എഴുതണം, ഏത് സെക്കൻഡ് എഴുതണം എന്നുള്ളത്. ഇപ്പൊ പേപ്പർ വന്നിട്ട് അറ്റൻഡ് ചെയ്യണോ അതോ എക്കണോമിക്സിന്റെ പാർട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യണോന്ന്. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു ഫോളോ ചെയ്തത്, ഞാൻ ഫസ്റ്റത്തെ ഫസ്റ്റ് തന്നെ എക്കണോമിക്സിന്റെ പാർട്ടാണ് ചെയ്തിരുന്നത്. കാരണം അതാണ് ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാൻ ഉണ്ടാവുക എന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യാനും പറ്റുന്നുള്ളതുകൊണ്ട് ഫസ്റ്റ് തന്നെ എക്കണോമിക്സ് ഭാഗം നോക്കി പെട്ടെന്ന് കിട്ടുന്ന കാര്യങ്ങൾ നോക്കി, പിന്നെ പേപ്പർ വണ്ണിത്തെ ഈസി ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കി, പിന്നെ ലാസ്റ്റ് ആണ് മാത്സിന്റെ അങ്ങനത്തെ പിന്നെ നമുക്ക് ഡൗട്ട് ഉള്ള കാര്യങ്ങളൊക്കെ ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിരുന്നു. അത് നമ്മൾ നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ട ആവശ്യകത ഉണ്ടാവും. പിന്നെ ഉള്ളതാണ് നമ്മളെ MCQ. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അപ്പൊ അതിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ഇതൊരു MCQ കൂടിയാണ്. അപ്പോൾ MCQവിന് പല ടെക്നിക്കുകൾ ഉണ്ടാവും. അപ്പൊ അത് എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്ക് ഒരു വിഷയം നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാൽ മതിയാവും. ശരി, ഈ ഇടുന്ന ആൾക്കാരും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആ ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ ബാക്കിയുള്ളതിനൊക്കെ നമുക്ക് ഔട്ട് ചെയ്തിട്ട് ഒരു കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റാറുണ്ട് പല കാര്യത്തിലും. പക്ഷെ ലാസ്റ്റത്തെ എക്സാമിൽ പല നമുക്ക് ഇങ്ങനെ ഔട്ട് ചെയ്താൽ പോലും ചിലപ്പോൾ രണ്ടെണ്ണത്തിന്മേൽ ലാസ്റ്റ് കുടുങ്ങും. എന്നാൽ പോലും നമുക്ക് പലതിനും ഔട്ടാക്കാനുള്ള ആ ഒരു ശേഷി അത് നമ്മളിങ്ങനെ കുറെ ഒരുപാട് റിവിഷൻ ചെയ്ത് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യൽ മസ്റ്റാണ്. നമ്മള് ഒരുപാട് PYQസിലൂടെ നമുക്ക് MCQ നോക്കാം. പിന്നെ മോഡൽ സാധനങ്ങൾ ഉണ്ടാവും, മോഡൽ ആയിട്ടുള്ള പല ക്വസ്റ്റ്യൻസ്. ഇപ്പൊ ഓരോ ഏരിയ കിട്ടി കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് നോട്ട്ബുക്ക് LM-ലൊക്കെ അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മളെ സ്റ്റഡി മെറ്റീരിയൽ അതിന് അപ്ലോഡ് ചെയ്യുന്നു, അതിൽ നിന്ന് നമുക്ക് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കി വെക്കാം അല്ലെ. ഫ്ലാഷ് കാർഡ് പിന്നെ അതിലെ തന്നെ ക്വസ്റ്റ്യൻസ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടും. പിന്നെ പ്രധാനമായിട്ടാണ് നമ്മളെ ഈ ബജറ്റ് എക്കണോമിക് സർവേ ഒക്കെ അല്ലേ. അപ്പൊ അതില് ബജറ്റിന്റെ തന്നെ എന്തായാലും ചോദിക്കുന്ന കുറച്ച് ഡാറ്റകൾ ഉണ്ടാവും, അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് ഏരിയ ഉണ്ടാവും. അപ്പൊ ആ ഏരിയ കറക്റ്റ് നമുക്ക് അത് നേരെ ഈ നോട്ട്ബുക്ക് LM പോലെയുള്ളതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഫ്ലാഷ് കാർഡ് പിന്നെ ക്വിസിലൂടെ അപ്പൊ അതൊക്കെ ഒന്നും കൂടി നമുക്ക് തന്നെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള രീതിയിലേക്ക് ആ കാര്യങ്ങൾ മറക്കാത്ത രീതിയിലേക്ക് ആക്കാൻ പറ്റും. ചിലപ്പോൾ ആ രീതിയിൽ നോക്കേണ്ടി വരും, ചിലപ്പോൾ കോഡ് നമ്മൾ ഉണ്ടാക്കേണ്ടി വരും, ചിലപ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ ഒരു വർഷങ്ങളൊക്കെ നമുക്ക് പതിയും. അങ്ങനെ ചില കാര്യങ്ങൾ പല വിഷയങ്ങളും അങ്ങനെ നമുക്ക് തോന്നും. അപ്പൊ ആ ഒരു MCQന്റെ ഒരു ലോജിക്ക് അത് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അപ്പൊ തന്നെ മിക്ക കാര്യങ്ങളും പിന്നെ സ്പീഡായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ഒന്നുകൂടി ഉള്ളത്. പിന്നെ ഉള്ളതാണ് നമ്മളെ പേപ്പർ വണ്ണിൽ തന്നെ. പേപ്പർ വണ്ണിന്റെ ആസ്പെക്റ്റിൽ വരുമ്പോൾ അതിൽ ചില വിഷയങ്ങൾ ഒന്നുകൂടിയും എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള സാധനങ്ങൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് പിന്നെ ആ ഒരു കാര്യം ഫോക്കസ്ഡ് ആയിട്ട് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെയും കുറച്ച് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ജസ്റ്റ് PPT എന്ന നിലക്ക് ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, ഇപ്പൊ നമ്മളെ 1% ആൾക്കാർക്കാണ് ഇത് കിട്ടുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിന് താഴൊക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു നിലയിലുള്ള ഒരു കോമ്പറ്റീഷൻ അത് നമ്മൾ എപ്പോഴും മനസ്സിൽ കാണിക്കണം. നമ്മൾ ഇപ്പോൾ മത്സരിക്കുന്നത് നമ്മളെക്കാളും കൂടുതലായിട്ട് നോക്കുന്ന ആൾക്കാരാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ അവരോടുള്ള ഒരു മത്സരമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ 1% ആൾക്കാരേക്കാൾ കൂടുതൽ പഠിക്കുക എന്നുള്ളൊരു ആസ്പെക്റ്റിൽ നോക്കിയാൽ നമുക്ക് പലപ്പോഴും നമ്മളെ തന്നെ നമ്മളുടെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും അത്യാവശ്യമൊക്കെ നമുക്ക് നമ്മുടെ കഴിവുകൾ പഠിക്കാനും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ വിഷയം പഠിക്കലാണ്. ഇപ്പോൾ PG കഴിഞ്ഞ ആൾക്കാർ, PG ചെയ്യുന്ന ആൾക്കാർ, അപ്പൊ അത് നമ്മൾ കറക്റ്റ് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ വിഷയങ്ങൾ അത് നമുക്ക് നന്നായിട്ട് ഒരു ഐഡിയ ഉണ്ടാവുക, ആ ഒരു വിഷയമായിട്ട് പഠിക്കുക. പിന്നെ ജസ്റ്റ് ഈ ഒരു രീതിയിലേക്കുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്യലും PYQs നടത്തുക. അപ്പൊ നമുക്ക് ആ ഒരു കാര്യം കോൺസെപ്റ്റ് ഒക്കെ നല്ല ക്ലിയർ ആണ്, വ്യക്തമാണ്. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു പ്രാക്ടീസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം തന്നെയാണ് ഈ ഒരു സാധനം. UGC നെറ്റിന്റെ ഒക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു സ്മാർട്ട് വർക്കും അതൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും പറ്റും എന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. അപ്പോ ഞാൻ പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോ വിഷയങ്ങള് എല്ലാ ഭാഗങ്ങളും ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുക, പിന്നെ
ഏരിയകള്, കോൺസെപ്റ്റുകള് അതൊക്കെ നന്നായിട്ട് തറോ ആയി എന്ന് നമുക്ക് ഉറപ്പുവരുത്തുക. പിന്നെ നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് നോക്കിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ആദ്യമായിട്ട് തന്നെ എന്ത് രീതിയിൽ പറയാനുള്ളത്. ഇപ്പൊ ഇപ്പൊ അടുത്ത് നിങ്ങളുടെ സംശയങ്ങൾ അല്ലെങ്കിൽ ഇതിൽ എന്നെ ചോദിക്കാനുള്ള എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ആ നിലയ്ക്ക് കൂടിയും ഞാൻ വിട്ടുപോയ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊക്കെ പറയാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നിങ്ങളെ ഇതിലെന്നെ എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റുണ്ടെങ്കിൽ അതൊന്ന് അഡ്രസ് ചെയ്യാം. PYQ ചെയ്യുമ്പോൾ വൺ ഡേ ഒരു വോയിസ് സെറ്റ് അങ്ങനെയല്ല. ഞാൻ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ആസ്പെക്ട് പറയാണ്. കാരണം എനിക്ക് വിഷയങ്ങൾ അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ ഓരോ കാറ്റഗറൈസിലാണ് ചെയ്തിരുന്നത്. ഇപ്പൊ ഞാൻ മൈക്രോ പഠിച്ച് അല്ലെങ്കിൽ ഓരോ ഏരിയ പഠിക്കുമ്പോൾ അതിൻ്റെ അപ്പൊ ആ ഒരു ഏരിയ പഠിക്കുമ്പോൾ അതിന്റെ കാറ്റഗറി അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ആ ഒരു കാറ്റഗറി ആണ് ഞാൻ ഫസ്റ്റ് നോക്കിയത്. ഓരോരുത്തർക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും, നമ്മളിപ്പോ എത്രത്തോളം പഠിച്ചെന്ന നിലക്ക്. അപ്പൊ ആദ്യമൊക്കെ ഞാൻ ഇപ്പൊ മൈക്രോയിലാണെങ്കിൽ മൈക്രോ കഴിഞ്ഞ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാറ്റഗറി എടുക്കുക, കുറച്ച് നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ അതന്നെ അത്യാവശ്യം നോക്കിയാലാണ് ഫസ്റ്റ് ചെയ്തത്. പിന്നെ ലാസ്റ്റിക്കൊക്കെ എത്തിയപ്പോഴാണ് മൊത്തത്തിലുള്ള ഒരു, അതായത് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലേക്ക് നോക്കിയത്. അപ്പൊ അതുവരെ ഞാൻ കാറ്റഗറൈസ്ഡ് ആയിട്ടാണ് ചെയ്തത്. ഓരോ സബ്ജക്റ്റ് കഴിയുമ്പോൾ ഒരു റിവിഷൻ എന്ന ആസ്പെക്റ്റിൽ ഫസ്റ്റ് നമ്മൾ ക്ലാസ് എടുത്ത് പിന്നെ ആ രീതിയിൽ. ടോട്ടൽ എത്ര മന്ത്സ് പ്രിപ്പറേഷൻ ആയിരുന്നു? ടോട്ടല് നെറ്റിന് വേണ്ടിയിട്ട് ഒരു 6 മാസം എന്നൊക്കെ പറയാം. നമ്മളെ ജൂൺ മുതലാണ് ഇതിനു വേണ്ടിയിട്ട് നോക്കിയത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മൾ മുമ്പ് തന്നെ പഠിച്ച അല്ലെങ്കിൽ പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിച്ച പല കാര്യങ്ങളും, അപ്പൊ അതൊക്കെ നമുക്ക് അതിൽ സ്വാധീനം ഉണ്ടാവും. അത് നമുക്ക് കറക്റ്റ് 6 മാസം എന്ന് പറയാൻ പറ്റൂല. പ്രധാനമായിട്ട് ഈ ഒരു എക്കണോമിക്സ് അല്ലെങ്കിൽ ഇതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചത് ഈ ഒരു 6 മാസം തന്നെയെന്ന് പറയാൻ പറ്റും. പക്ഷെ ഈ ഇന്ത്യൻ എക്കണോമി പാർട്ടൊക്കെ ഒന്നുകൂടി എനിക്ക് അതിന്റെ ലോജിക്ക് അത് കൂടുതൽ പഠിച്ചുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ എളുപ്പമുണ്ടായിരുന്നു. പേപ്പർ 1 പേപ്പർ 2 പ്രത്യേകിച്ച് കഴിഞ്ഞാല് കാരണം അതിലാണ് മാർക്ക് കൊണ്ട് തന്നെ. പിന്നെ ഞാൻ ഒന്നുകൂടിയും പേപ്പർ 1 അല്ല പേപ്പർ 2 കൂടുതലാണ് ഫോക്കസ് കൊടുത്തത്. കാരണം ഞാൻ എക്കണോമിക്സിൽ ഒന്നുകൂടി ധാരണ ഉണ്ടാക്കുക ആവശ്യത്തിലാണ് ഫസ്റ്റ് തന്നെ നോക്കുന്നത്. അപ്പോൾ പേപ്പർ 2 അത്യാവശ്യം ഒന്ന് ലെവലായി എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പേപ്പർ 1 കൂടുതലായിട്ട് ഇരുന്നത്. പിന്നെ പേപ്പർ 1 സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ അപ്പുറം എനിക്ക് പേപ്പർ 2 ഒരു ബോറായിട്ട് തോന്നുമ്പോൾ ഒന്നുകൂടി പാസീവായിട്ട് കേൾക്കാനുള്ള ടൈമിലാണ് ഞാൻ പേപ്പർ 1 കൂടുതൽ നോക്കിയത്. പിന്നെ ലാസ്റ്റ് ടൈമിലും ലാസ്റ്റത്തെ ഒരു സെക്കൻഡ് ലാസ്റ്റ് മന്തിലൊക്കെയാണ് കൂടുതലായിട്ട് പേപ്പർ 1 നോക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കി ടൈമൊക്കെ പേപ്പർ 2, അതായത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം മിക്കതും പേപ്പർ 2 തന്നെയാണ് ഫസ്റ്റ് ഒക്കെ നോക്കിയിട്ടുള്ളത്. അതിന് ശേഷമാണ് പിന്നെ പേപ്പർ 1ന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെ ഇങ്ങനെ കേട്ട് നോക്കിയത്. എല്ലാം പഠിക്കേണ്ട ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസുകൾ അതെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു വിഷയങ്ങൾ പഠിച്ച് പിന്നെ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മളെ ഈ കാറ്റഗറി PYQ ചെയ്യുമ്പോൾ തന്നെയാണ് മനസ്സിലാവുക. എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ്. കാരണം ഈ PYQസിൽ തന്നെ നമുക്ക് ഏകദേശം അതിന്റെ ഓപ്ഷൻസും തന്നെ നമുക്ക് പിറ്റത്തെ പല ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ഓപ്ഷൻസുകൾ ഇപ്പോൾ PYQs നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാറ്റഗറീസിൽ PYQs ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് എവിടെ നിന്നൊക്കെയാണ് കൂടുതൽ വരുന്നത്. ഇപ്പോ ബജറ്റിലെ തന്നെ പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു ഭാഗം തന്നെ വരാറുണ്ട്. പിന്നെ ടാക്സിന്റെ ഡെവല്യൂഷൻ അങ്ങനത്തെ കറണ്ട് അഫയേഴ്സ് രീതിയിലേക്ക് വരുന്ന കുറച്ച് കാലം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഓരോ ഇപ്പൊ കോൺസെപ്റ്റും കോഴ്സ് ഫിയർ ആണെങ്കിലും ആ ഒരു ഏരിയയിലുള്ള PYQs നോക്കുമ്പോഴാണ് സാധാരണ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഏരിയകൾ പരമാവധി കിട്ടാറ്. പിന്നെ നമ്മൾ ആ ഒരു ഏരിയ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് MCQന്റെ ആ ഒരു എലിമിനേഷൻ മെത്തേഡിലൂടെ ഒഴിവാക്കാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്. ഞാന് സെൽഫ് പ്രിപ്പറേഷനിലൂടെ നമുക്ക് പറ്റും.
കാരണം ഞാൻ എടുത്തത് എൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് നോക്കിയിട്ടാണ്. കാരണം ഞാൻ ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊന്നുകൂടിയും പെട്ടെന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊന്നുകൂടി ഇപ്പൊ 6 മാസം കൊണ്ടൊക്കെ നമുക്കൊന്നുകൂടി ക്യാച്ചപ്പ് ചെയ്യണമെങ്കിൽ ഒരു കോച്ചിങ് സെന്റർ വേണമെന്ന് തോന്നിയോണ്ടാണ് ഞാൻ കോച്ചിങ്ങിന് എടുത്തത്. അപ്പൊ അതില്ലെങ്കിൽ തന്നെ നമുക്ക് പറ്റും. കാരണം നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമുക്ക് ആ വിഷയം നമ്മൾ എങ്ങനെയും പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് നമ്മളെ ഡിഗ്രി PG ലെവലും പിന്നെ അതിനേക്കാൾ അപ്പുറം അത് ഏകദേശം ആ ഒരു കോൺസെപ്റ്റുകൾ നമുക്ക് ക്ലിയർ ആക്കുക. പിന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പലതും പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെയാണ് ക്രാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതില് കോച്ചിങ് എടുക്കണം നിർബന്ധമൊന്നുമല്ല. കോച്ചിങ് എടുക്കുമ്പോൾ പറഞ്ഞാൽ ഏത് കോച്ചിങ് എടുത്താൽ തന്നെ നമ്മളുടെ എഫേർട്ട് അവിടെ മാറ്റർ ആണ്. കാരണം അവര് വിഷയങ്ങൾ തരും, പിന്നെ നമ്മൾ അവിടെ തിരയേണ്ടെന്നുള്ളതുള്ളൂ. കാരണം പല ക്ലാസ്സുകളും നേരെ അവർ തരും മാത്രമേ ഉള്ളൂ. മറിച്ച് അവിടെ നമ്മൾ തന്നെ പിന്നീട് നമ്മൾ തന്നെ റെഫർ ചെയ്തും നമുക്ക് പലതും പ്രാക്ടീസ് ചെയ്യേണ്ടതൊക്കെ നമ്മളാണ്. പ്രാക്ടീസാണ് ഇതിൽ പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഏതാൾക്കും ഇപ്പൊ സെൽഫ് ആണെങ്കിൽ പോലും സെൽഫിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വിഷയം നമുക്കറിയാം, വിഷയം നമുക്ക് മനസ്സിലാക്കണം. അത് ഏതെങ്കിലും നിലക്ക് ഫ്രീ ക്ലാസ്സുകളാവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ മറ്റു മെറ്റീരിയൽസ് നോക്കിയിട്ടാവട്ടെ അത് പഠിച്ചെടുക്കുക. പിന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പേപ്പർ വണ്ണിനോട് കുറച്ച് നമ്മൾ നോക്കണം മാത്രം. അതും കൂടുതൽ പേപ്പർ വണ്ണിനൊക്കെ കൂടുതൽ നമ്മൾ PYQs ചെയ്തിട്ട് അതിൽ തന്നെ അത്യാവശ്യം ഉണ്ടാവും. ഒരു ഘട്ടത്തിൽ തന്നെ ഒരുപാട് പേപ്പറുകൾ വരുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം പേപ്പറുകൾ കിട്ടുമല്ലോ. പിന്നെ എക്സാം ടൈം മാനേജ്മെന്റ്, എക്സാമില് ടൈം മാനേജ്മെന്റ് അത് മെയിനായിട്ട് ഇതാണ്. ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറയും, ഇപ്പോ നമുക്കറിയുന്ന കുറച്ച് ഏരിയകൾ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നോക്കിയത് ഫസ്റ്റ് തന്നെ എക്കണോമിക്സിന്റെ പാർട്ടിക്കാണ് ഫസ്റ്റ് തന്നെ നോക്കിയത്. ഒന്നുകൂടിയും ചിന്തിക്കാനും ഫ്രഷ് മൈൻഡ് ആവുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ എക്കണോമിക്സ് ആ ഒരു ഭാഗത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഒറ്റ വായനയിൽ തന്നെ വേഗം തന്നെ കുത്തി കറക്റ്റ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്. അപ്പൊ അതങ്ങനെ ഫസ്റ്റ് തന്നെ എഴുതി വെക്കുക. പിന്നെ ബാക്കി നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമല്ലോ. അതായത് ക്യൂ റിവ്യൂ അല്ലെങ്കിൽ മാർക്കാസ് റിവ്യൂ, അങ്ങനെയൊക്കെ നമുക്ക് പിന്നീട് വന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് പിന്നീട് ലാസ്റ്റ് അറ്റൻഡ് ചെയ്യുക. പിന്നെ ചിലപ്പോൾ അത് നമ്മൾ ഓരോരുത്തർക്ക് അനുസരിച്ചിരിക്കും. ചില ആൾക്കാർക്ക് ഏതാണോ സ്ട്രോങ് നമ്മളെ ഏരിയ നമുക്ക് എപ്പോഴും എന്തായാലും വേണം ചെയ്യാൻ പറ്റുക. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റൻഡ് ചെയ്ത് പിന്നെ നമുക്ക് പെട്ടെന്ന് ടൈം കൺസ്യൂം ആയിട്ടുള്ളതൊക്കെ ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം അത്യാവശ്യം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ പരമാവധി എല്ലാ ക്വസ്റ്റ്യൻസും അവസാനം ഫുള്ള് അറ്റൻഡ് ചെയ്യാന്നുള്ള പ്രധാനമായിട്ടുള്ള കാര്യമാവും. പിന്നെ ഇതിൽ തന്നെ എക്സാം ടൈം മാനേജ്മെന്റ് പറയുമ്പോഴാണ് നമുക്ക് 300 മാർക്ക് കിട്ടേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പൊ അതില് ചിലപ്പോ നമുക്ക് തീരെ നിശ്ചയില്ലാത്ത ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതിന് നമ്മളിങ്ങനെ കെട്ടി കുടുങ്ങുമ്പോഴാണ് അത് ഒരു പ്രശ്നമായിട്ട് വരാറ്. അപ്പൊ അത് അങ്ങനെ ഇല്ലാണ്ട് നമ്മള് ആ ഒരു കാര്യം ഇപ്പൊ നമുക്ക് എന്തായാലും ഉറപ്പുള്ള കാര്യങ്ങൾ, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് തന്നെ പെട്ടെന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സാമിന് ടൈം മാനേജ്മെന്റ് അങ്ങനെ. പിന്നെ എക്സാം ടൈം മാനേജ്മെന്റിൽ ഇതാണ് നമ്മളൊന്നുകൂടിയും ഫുൾ സ്ട്രെച്ച് ആയിട്ടുള്ള പ്രാക്ടീസുകൾ. ഇപ്പോൾ PYQs ആവട്ടെ, ഒരു 3 മണിക്കൂർ ഇപ്പോൾ കമ്പ്യൂട്ടർ നോക്കിയിട്ട് നമുക്ക് ഉള്ള എക്സാം ആണല്ലോ. അപ്പൊ ആ ഒരു നിലക്കുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടാവലും പ്രധാനമാണ്. കാരണം കമ്പ്യൂട്ടർ നോക്കിയിട്ടും അപ്പൊ അത് 3 മണിക്കൂർ ബ്രെയിൻ ഔട്ട് ആവാതെ നിൽക്കൽ എന്നുള്ളത് കുറച്ച് റിസ്ക് ആവും. അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ചൊരു ഏതെങ്കിലും ടൈമിൽ നമ്മൾ കറക്റ്റ് 3 മണിക്കൂറും അങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈം മാനേജ്മെന്റിന് പിന്നെ ആ ഒരു അപ്പോൾ ഉള്ള ഒരു പ്രശ്നത്തിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, മറികടക്കാൻ പറ്റും. ഒരു ദിവസം എത്ര PYQ എന്നുള്ളത് അത് അങ്ങനെ കറക്റ്റ് ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്തായാലും ഒരു 10 എന്തായാലും ചെയ്യാറുണ്ട്. പിന്നെ ഉള്ളത് ഇങ്ങനെയാണ്, ഓരോ വിഷയങ്ങൾ കഴിയുമ്പോൾ ഓരോ ഏരിയ കഴിയുമ്പോൾ അതിന്റെ ഭാഗത്തുള്ള PYQs അത് നോക്കലായിരുന്നു. പിന്നെ ചിലപ്പോൾ നമുക്ക് PYQs മാത്രം അങ്ങനെ നോക്കുമ്പോൾ ഒരു ബോറടിക്കും. അപ്പൊ അതിന് പകരം നമ്മളെ ഒരു ഭാഗം കഴിഞ്ഞ് അതിന്റെ കുറച്ച് ഭാഗങ്ങൾ അതുമായി ബന്ധപ്പെട്ട PYQs അത് ചെയ്യും. പിന്നെ അതൊക്കെ ചെയ്തതിനു ശേഷം പിന്നെ അതിൽ തന്നെ നമുക്ക് ഡൗട്ട് ഉള്ളത് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഓപ്ഷൻസിൽ ഡൗട്ട് ഉള്ളത് ആ ഓപ്ഷൻസുകളൊക്കെ നേരെ ജെമിനിക്കും AI-ക്കും ഒക്കെ ഇട്ടിട്ട് ആ ഓപ്ഷൻസുകൾ അതുമായി ബന്ധപ്പെട്ട ഇനി വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ആ വിഷയങ്ങൾ പഠിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പല ടൈപ്പിൽ ചെയ്തിട്ടുള്ളത്.
ഒരു ദിവസം ഇത്ര PYQ എന്നുള്ളതില്ല, മറിച്ച് പറ്റാവുന്ന 10 എന്തായാലും ചെയ്യാറുണ്ട് മിനിമം. പിന്നെ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ, ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോൾ അതിലെ വിഷയങ്ങൾ അതൊക്കെ കൂടുതൽ അതിലെ PYQs അങ്ങനെയാണ് ചെയ്യാറുള്ളത്. എയ്ഫറിലുള്ള റെക്കോർഡ് വീഡിയോസ് കണ്ടത്. എയ്ഫറിത്തെ എയ്ഫർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം വീഡിയോസും ഇപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ അതിൽ കൂടുതലാവും, വീഡിയോസും കുറെ കൂടുതലാവും. അപ്പൊ അതില് എല്ലാ റെക്കോർഡിങ്സും എക്കണോമിക്സിന്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പേപ്പർ 1 മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കിയിട്ടുള്ളൂ. എക്കണോമിക്സ് അത്യാവശ്യം അവരെ ക്ലാസ് മെറ്റീരിയൽസ് ഫുള്ള് കേൾക്കാറുണ്ട്. അതന്നെ റിപ്പീറ്റ് ആയിട്ട് ഇപ്പൊ മാത്സ് നേരത്തെ പറഞ്ഞ പോലെ മാത്സിന്റെ ഭാഗങ്ങള്, പിന്നെ മൈക്രോന്റെ തന്നെ മാത്തമാറ്റിക്കൽ പാർട്ട് ഇരുന്ന കുറച്ച് ഭാഗങ്ങളില്ലേ, അത് എക്കണോമെട്രിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇത് കുറച്ചും കൂടി കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് നോക്കിയിരുന്നു. ബാക്കിയൊക്കെ എയ്ഫറിന്റെ ആ വീഡിയോസ് ഫുള്ള് കേട്ടിരിക്കണേ, എക്കണോമിക്സിന്റെ ഭാഗങ്ങൾ അത് തന്നെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് എയ്ഫർ എന്നല്ല, ഏതാണെങ്കിലും നമ്മൾ ആ വിഷയം മനസ്സിലാക്കുക എന്നുള്ള ഒരു ആശയത്തിലാണ്. പിന്നെ 1 ഡേ എത്ര അവർ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് 1 മന്ത്? ഒരു ദിവസം എത്ര മണിക്കൂർ പഠിക്കും എന്നുള്ളത്, അത് മിക്കവാറും ഞാനൊരു ഏകദേശം 6 മണിക്കൂർ 5 മണിക്കൂർ, അതായത് കോളേജ് ആകുമ്പോൾ കോളേജിന്റെ ടൈം കഴിഞ്ഞിട്ട്, ഇപ്പോൾ കോളേജിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവും ഒരു ഫ്രീ ടൈമുകൾ കിട്ടും. പിന്നെ ഞങ്ങൾക്ക് ഉച്ച വരെ ഉണ്ടാകുന്ന ക്ലാസ് 2 മണി വരെ. അപ്പൊ അതിന് ശേഷമുള്ള ഒരു ടൈം ഫുള്ള് പിന്നെ രാത്രി. അപ്പൊ അങ്ങനെ ഒരു 6 മണിക്കൂർ 5 മണിക്കൂറൊക്കെയാണ് എന്തായാലും ഉറപ്പിച്ചിരുന്നത്. പിന്നെ ലാസ്റ്റത്തെ ഒരു മന്ത് ഡെയിലി ഒരു 8 മണിക്കൂർ എന്തായാലും നോക്കിയിട്ടുണ്ടാവും. അത് പിന്നെ അങ്ങനെ ഒരു ദിവസം ഇത്രയും അങ്ങനെ ഉള്ളതിന് അപ്പുറം ഏകദേശം ഒക്കെ ചിലപ്പോൾ 10 പോയിട്ടുള്ള ദിവസങ്ങളുണ്ടാവും, ചിലപ്പോൾ 8 6ഒക്കെയാണ് ഒരു ആ ഒരു ടൈമിൽ കൂടുതൽ നോക്കിയിരുന്നത്. അല്ല, ടൈം എത്ര പഠിക്കുക എന്നുള്ളതിന് അപ്പുറം നമ്മൾ പഠിച്ചത് നമുക്ക് അത്യാവശ്യം കാര്യമായിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പഠന ടൈം അതാണ് നോക്കേണ്ടതെന്നാണ് മെയിനായിട്ട് തോന്നുന്നത്. കാരണം നമുക്ക് ആ വിഷയം മനസ്സിലാവണം, പിന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പൊ അതിനുള്ള എത്ര ടൈം, അല്ലാതെ മെയിനായിട്ട് ഒരു 8 മണിക്കൂറൊക്കെയാണ് ലാസ്റ്റ് നോക്കിയിട്ടുള്ളത്. നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഞാൻ ശരിക്കും അത്യാവശ്യം മൊത്തം ഉപയോഗിച്ചെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും എന്റെ പല ഡൗട്ടുകൾ ഇപ്പൊ ഞാൻ ഫസ്റ്റ് ബേസ് മുതൽ തന്നെയുള്ള പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഡെയിലി ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ അത് നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആവാം, പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്തത്, പിന്നെ മെറ്റീരിയലിൽ തന്നെ നമുക്ക് ഡൗട്ട് ഉള്ള കുറെ ഏരിയ ഉണ്ടാവും. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ചോദിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡൗട്ടുകൾ ക്യൂരിയസ് തോന്നുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഭാഗങ്ങൾ അതങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് ആക്ട് ആസ് എക്കണോമിക്സ് പ്രൊഫസർ ആ രീതിയിൽ നമ്മളെ കുറച്ച് അങ്ങനത്തെ ഇതൊക്കെ പ്രൊമറ്റ് കൊടുത്തിട്ട്, അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ ബേസ് തൊട്ടുള്ള പല ക്ലാസ്സുകൾ, പല ഐഡിയാസുകൾ, അപ്പൊ അങ്ങനെ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജെമിനി ആണെങ്കിലും നോട്ട്ബുക്ക് എല്ലാം ആണെങ്കിലും അതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറം ഇന്ന് പലതും ഉണ്ടാവും. ആ ഒരു ടൈമിൽ വലിയ യൂസ്ഫുൾ ആയിരുന്നു. കാരണം ഇപ്പൊ മാത്സിന്റെ പാർട്ട് വരെ അതിന്റെ പലതും യൂസ്ഫുൾ ആയിട്ടുണ്ട്. കാരണം അതിന്റെ ഓരോ സ്റ്റെപ്പുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊന്നുകൂടിയും എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കാനും ഒരു ഫോളോ അപ്പ് ചോദിക്കാന്, പിന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തരാന് അതിന് ഉപയോഗിച്ചിട്ട്, പിന്നെ റിവിഷൻ നടത്താൻ ലാസ്റ്റ് ടൈമിൽ ആ ഓരോ സെഷൻ ബൈ സെഷൻ ചീറ്റ് ഷീറ്റ്, അതായത് എപ്പോഴും മറന്നു പോകാൻ സാധ്യതയുള്ള കുറെ ഏരിയകൾ ഉണ്ടാവുമല്ലോ, ഈ ഫാക്ടുകളായിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ അതങ്ങനെ ആ രീതിയിലേക്ക് നോക്കാന്, പിന്നെ മെയിനായിട്ട് ഇത് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ നോക്കിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഓരോ ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസിന്റെ ആ കോൺസെപ്റ്റിൽ നിന്ന് നമുക്ക് ഇനി ചോദിക്കാനുള്ള ഏരിയകൾ, പിന്നെ ഓപ്ഷൻസ്, ആ ഓപ്ഷൻസ് എന്തുകൊണ്ട് തെറ്റായി, പിന്നെ അവരിങ്ങനെ അത് പറഞ്ഞു തരുമ്പോൾ നമുക്ക് വേറെ ഡൗട്ട് വരും. അപ്പൊ അങ്ങനെ അത്യാവശ്യം ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട്. നോട്ട്ബുക്ക് എല്ലാം അത് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇതാണ്, ഫ്ലാഷ് കാർഡുകൾ ഉണ്ടാക്കാൻ. ഇപ്പൊ നമ്മളെ കയ്യിൽ കുറച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. ഇപ്പോ എല്ലാ മൈക്രോ അങ്ങനെ തുടങ്ങി പലതിന്റെ എല്ലാ സബ്ജക്റ്റിന്റെ, അപ്പോൾ ആ ഒരു മെറ്റീരിയൽസ് നേരെ ഈ നോട്ട്ബുക്ക് എല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആ മെറ്റീരിയൽസ് വെച്ചിട്ടുള്ള ഇപ്പൊ ഫ്ലാഷ് കാർഡുകൾ നമുക്ക് കിട്ടും.
നമുക്കൊന്നുകൂടിയും ഇപ്പൊ മറന്നു പോകാനുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഫാക്റ്റുകൾ, കോൺസെപ്റ്റുകൾ, അപ്പൊ അതാണ് ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കാൻ. പിന്നെ ക്യൂസ് ഉണ്ടാക്കി തരും. അതിലൊക്കെയാണ് ഞാനത് കൂടുതൽ ഉപയോഗിച്ചത്. മെയിനായിട്ട് ഫ്ലാഷ് കാർഡും അതൊക്കെ റിവിഷൻ ചെയ്യാൻ, റിവിഷൻ ആസ്പെക്റ്റിലാണ് അത് നോക്കിയത്. പിന്നെ ജെമിനിയും മറ്റതൊക്കെ വിഷയങ്ങൾ പഠിക്കാനും കോൺസെപ്റ്റ് പഠിക്കാനൊക്കെയാണ്. പിന്നെ ഏത് കോമ്പറ്റേറ്റീവ് എക്സാം ആണെങ്കിലും എക്സാം എന്ന നിലയിൽ അതിന് കുറെ ടെക്നിക്കുകൾ ഉണ്ടാവും. അപ്പോൾ അത് പരമാവധി അതിന്റെ ഡിമാൻഡ് ഉണ്ടാവും. ഇന്ന ഏരിയയിലാണ് കൂടുതലായിട്ട് ചോദിക്കുക, അല്ലെങ്കിൽ അത് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയകൾ. അപ്പൊ അത് നമ്മൾ പരമാവധി നേടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് കോമ്പറ്റീവ് ആണ്, ഇത് മാത്രമല്ല ബാക്കിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ആ സിലബസും PYQs അത് മസ്റ്റാണ്. പിന്നെ അതിന് നമ്മൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു എക്സാമിന്റെ ഒന്ന് ട്രിക്കി ആയിട്ട് എലമെന്റ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക്, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഏത് ലെങ്തി ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് വായിച്ച് പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക, അതിനുള്ള സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ റീഡിങ് കോംപ്രഹെൻഷൻ ഒക്കെ, അതൊക്കെ നമുക്ക് ഫുൾ മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ജസ്റ്റ് കുറച്ച് പ്രാക്ടീസുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പലതും പറ്റാറുണ്ട്. ഫുൾ സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുൾ സിലബസ് മൊത്തം ഏകദേശം അത് ഞാൻ ഐഫർ എടുത്തുകൊണ്ട് തന്നെ അതിന്റെ ക്ലാസ്സുകൾ മൊത്തം കേട്ടിരുന്നു. പിന്നെ ഏകദേശം എല്ലാ ഭാഗങ്ങളും അതിൽ വരുന്ന കുറെ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഏരിയ അപ്പൊ ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില ഏരിയകൾ അങ്ങനെ നോക്കിയിട്ടില്ല. എന്നാലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള നിലയിൽ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നത്. അത് മൊത്തം പഠിച്ചെന്നല്ല, അതിനേക്കാൾ അപ്പുറം ചോദിക്കാനുള്ള ഏരിയകൾ അതൊക്കെ ഏകദേശം കവർ ചെയ്തിരിക്കണം. ചോദ്യങ്ങൾ വരുന്ന ഏരിയകൾ നോക്കിയിട്ട് PYQ റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയകൾ ഏകദേശം ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. സിലബസ് ഒന്നുകൂടി മാസം ആയതുകൊണ്ട് തന്നെ അത് മൊത്തം പറഞ്ഞ് നോക്കിയിട്ടില്ല. പക്ഷെ എന്നാലും ഇതിലുള്ള നമ്മളെ PYQs നോക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരുപാട് ഏരിയകൾ ഉണ്ടാവും. ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കട്ടോ. പിന്നെ ഫവാദ് സാറ് ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ യൂട്യൂബിലാണ് കണ്ടത് ഫസ്റ്റ്. അപ്പൊ അന്ന് തന്നെ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ടൈമിലൊരു മോട്ടിവേഷൻ സാറ് തന്നിരുന്നു, സാറ് സപ്പോർട്ട് ചെയ്തിരുന്നു. സാറിന് വലിയൊരു ഉപകാരമുണ്ട്, വളരെ താങ്ക്സ് ഉണ്ട് ഈ ഒരു പരിപാടിക്ക് വിളിച്ചതിലും. ഓക്കെ, താങ്ക് യു സൽമാൻ. So we can wind up the session, I think. ഓക്കെ, താങ്ക് യു സൽമാൻ ആൻഡ് താങ്ക് യു എവ്രി വൺ. നമ്മളിവിടെ ഇന്നത്തെ സെഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സൽമാന്റെ കേസ് വളരെ റയർ ആയിട്ടുള്ള ഒരു കേസാണ്. +1 +2 എക്കണോമിക്സ്, ഡിഗ്രി എക്കണോമിക്സ്, PG എക്കണോമിക്സ്, അത്രയും വർഷങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയാണ്
വെൻ കംസ് ടു UGC നെറ്റ് എക്കണോമിക്സ്. അവിടെയാണ് സൽമാൻ അങ്ങനെ ഒരു വലിയൊരു ബേസ് ഒന്നും ഇല്ലാണ്ട് പ്രിപ്പറേഷനും സ്വന്തം ഡെഡിക്കേഷനും ഒക്കെ നമുക്കൊക്കെ വലിയ മാതൃകയായിട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ സൽമാന്റെ അനുഭവങ്ങൾ നമുക്കൊക്കെ ഇൻസ്പിറേഷൻ ആണ്. സൽമാൻ അനുഭവങ്ങളിൽ നിന്ന് നമുക്കൊക്കെ കുറെ പകർത്താനുണ്ട്. സോ അതൊക്കെ ഈ ക്ലാസ്സിലുള്ള ആളുകൾ പകർത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ റെക്കോർഡ് സെഷൻ നാളെ തന്നെ യൂട്യൂബിൽ അവൈലബിൾ ആവും. ഇന്നലെ കഴിഞ്ഞ് നമ്മുടെ റെക്കോർഡ് സെഷൻ യൂട്യൂബിൽ കറന്റ് അവൈലബിൾ ആണ്. അത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് നിങ്ങളെ ഇൻഫോം ചെയ്യാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 25th നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് 22nd ആണ്. അതായത് 25ാം തീയതിയാണ് നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ JRFും നെറ്റും ഹോൾഡേഴ്സ് ആയിട്ടുള്ള, അതുപോലെ IITസിലൊക്കെ PhD ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്കൾട്ടീസ് ആണ് നമുക്കൊരു 1 month ക്രാഷ് കോഴ്സ് എടുക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കറിയാം, നമുക്ക് ഒരുപാട് കോച്ചിങ് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു കോച്ചിങ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് വലിയ എമൗണ്ട് ഓഫ് ഫീ ഉണ്ട്. ക്വാളിറ്റി ഉണ്ടാവും ക്ലാസ്സുകൾക്ക്, പക്ഷെ വലിയ എമൗണ്ട് ഓഫ് ഫീസ് ഉണ്ടാവും. മറ്റ് ചില കോച്ചിങ്ങിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഫീസ് വളരെ കുറവാണ്, പക്ഷെ ക്വാളിറ്റി ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ക്രാഷ് കോഴ്സിന് വെറും 299 രൂപയാണ് നമ്മുടെ 1 month ക്രാഷ് കോഴ്സിന്റെ ഫീസ്. അത് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് പ്രോഫിറ്റ്. നമ്മളൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് സിസ്റ്റം ആയത്, നമ്മളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കോസ്റ്റുകൾ കവറപ്പ് ചെയ്യുന്ന ചെലവുകൾ മാത്രമേ ഇതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അപ്പൊ അതിൽ താല്പര്യം ഉള്ള ആളുകൾ, ഞാൻ കമന്റ് ബോക്സിൽ നമ്പർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിലൊന്ന് കോൺടാക്ട് ചെയ്യണം. 25ാം തീയതി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലും നമ്മുടെ കമ്മ്യൂണിറ്റിയിലും ഒക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമായിട്ടും 2 ഗ്രൂപ്പുകളാണ് എക്കോഡൊമൈൻ്റെ അണ്ടറിൽ, 2 കമ്മ്യൂണിറ്റി സിസ്റ്റങ്ങളാണ് എക്കോഡൊമൈൻ്റെ അണ്ടറിൽ റൺ ചെയ്യുന്നത്. ഒന്ന് എക്കോഡൊമൈൻ കമ്മ്യൂണിറ്റിയാണ്, വിച്ച് മീൻസ് നമ്മുടെ എക്കോഡൊമൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം മറ്റുള്ള ആളുകളെ അറിയിക്കാനുള്ള പ്ലാറ്റ്ഫോം. രണ്ടാമത്താണ് കേരള ഇക്കണോമിക് കമ്മ്യൂണിറ്റി. കേരളത്തിലെ എക്കണോമിക്സ് പഠിക്കുന്ന, കേരളത്തിലെ എക്കണോമിക്സിൽ വർക്ക് ചെയ്യുന്ന, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ രണ്ടിലും ഈ ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും, ഈ മീറ്റിങ്ങിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആരെങ്കിലും ഇല്ലാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലിട്ടിട്ടുള്ള നമ്പറിലൊന്ന് നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. എനിവേ, ഇന്ന് അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി. നാളെയും നമുക്കൊരു സെഷൻ ഉണ്ട്. നാളെ പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻസും നമുക്ക് ഇന്ന് സൽമാന്റെ ഒക്കെ സംസാരത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇറ്റ്സ് നോട്ട് അബൌട്ട് പേപ്പർ 2 ഓൺലി. ഒരിക്കലും പേപ്പർ 2 മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് എ ലിമിറ്റേഷൻ, ആൾവേസ് എ ലിമിറ്റേഷൻ. അപ്പോൾ പേപ്പർ 1ന്റെ ഇമ്പോർട്ടൻസും പേപ്പർ 1ലെ ഏതൊക്കെ ഏരിയാസ് ആണ് നമ്മൾ കവറപ്പ് ചെയ്യേണ്ടത്, സ്ട്രെസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു സെഷനും നാളെ ഉണ്ടാവും. അപ്പൊ അതും നിങ്ങൾ നാളെ മറക്കാതെ മിസ്സാവാതെ പങ്കെടുക്കുക. ഓക്കെ, വി ക്യാൻ വൈൻഡ് അപ്പ് ദ സെഷൻ.